ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റാവുസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പലഹാരമായ മുറുക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ റൗസ് കിച്ചണിൻ്റെ സിമ്പിൾ റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വറക്കത്തില്ലേ, അതേ ഒരു പരുവത്തിന് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ എടുത്തിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഉഴുന്നുപൊടി. ഉഴുന്നുപൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്നെടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഏകദേശം ഒരു 1/4 ഭാഗത്തോളമൊക്കെ, അല്ലെങ്കിൽ 1 കപ്പായാലും കുഴപ്പമില്ല, ഉഴുന്നുപൊടിയായിട്ട് കിട്ടും. ആ ഒരു ഉഴുന്നുപൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഈ മാവിന് പരുവത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് കുഴയ്ക്കുന്നത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിന്, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇത്രയും മയത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അച്ചിനകത്തിട്ട് ഇങ്ങനെ പീച്ചി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു അളവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം. കാരണം ഈ പൊടി, ഉഴുന്നും അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് നന്നായിട്ട് വരണമെങ്കിൽ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്കിതൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് ഏകദേശം 1/2 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവനാഴി എടുത്തതിന് ശേഷം അതിലിട്ട് ഇത് കുറേശ്ശെ, ഈ മുറുക്കുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ അച്ചാണ്. നമുക്കിത് കുറേശ്ശെ പ്രസ് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. മുറുക്കെല്ലാം ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. റൗണ്ടിന് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മുടെ അടിപൊളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രുചികരമായിട്ടുള്ള പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.